50 കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കെ എല്ലാവരെയും പൊതുവെ പഠിപ്പിച്ചു കടന്നു പോകുന്ന സാമാന്യ നിലവാരത്തിൽ നിന്നും നിലപാടിൽ നിന്നും മാറിയിട്ട് തെല്ലു കുറവുള്ള കുട്ടികളെ കൂടെയിരുത്തി ഒപ്പമിരുത്തി അവരെ പരിശീലിപ്പിക്കുന്ന, അവരും ഈ യാത്രയിൽ കരുത്തുള്ളവരാകണമെന്ന്, വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കണമെന്നൊക്കെ നിഷ്ഠയുള്ള നിലപാട് സ്വീകരിച്ചിരുന്ന പഴയ നല്ല അധ്യാപകരുടെ ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട്. ചുറ്റുപാടിന്റെ കൗതുകങ്ങളെ തേടി നടന്നുപോയ ആടിന് മടങ്ങി ആലയിലേക്ക് എത്താൻ വഴിയറിയില്ല. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിന്റെ കൗതുകങ്ങൾ എന്നെയും നിങ്ങളെയും ഒരുപാട് അപജയങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അബദ്ധം പിണഞ്ഞ് ഒരു പരിധി കഴിയുമ്പം എല്ലാവരും പറയുന്ന സമാനമായ ഒരു പങ്കുവെക്കലുണ്ട്. ഇതുപോലെയാകുമെന്ന്, ഇങ്ങനെ എത്തിത്തീരുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത് തിരിച്ചറിയാനായിട്ട് ബോധപൂർവകമായ ശ്രമം ഉണ്ടാകുമ്പോൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും. സെന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയണത്, പുറം കാഴ്ചകളിലൂടെ ജീവിതത്തിന്റെ ഒരുപാട് അപജയ വഴികളിലൂടെ കടന്നുപോയവൻ ഒരു തിരുത്തലിനും തിരിച്ചുവരവിനും സന്നദ്ധമാകുമ്പം പിന്നീട് അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹത്തിന്റെ ജീവിതമായി അത് രൂപാന്തരപ്പെടുന്നു എന്നാ പറയണേ. കണ്ടുമുട്ടിയ പഴയ സൗഹൃദങ്ങളോടൊക്കെ വളരെ ബോധപൂർവകമായിട്ട് സെന്റ് അഗസ്റ്റിൻ നോ പറഞ്ഞിട്ട് ആ പഴയ ആള് മാറി പുതിയതായി എന്നൊക്കെ പറയുമ്പം കൗതുകങ്ങളോട് വിട പറയാനായിട്ടുള്ള അസാമാന്യമായ കരുത്തിനെ നമുക്ക് കാണാൻ കഴിയും. നോമ്പ് നമ്മളെ വിളിക്കുന്നത് ഈ നിലപാടിന് വേണ്ടിയ. പുറം കൗതുകങ്ങളിൽപ്പെട്ട് തെല്ല് അശ്രദ്ധ കൊണ്ട് നഷ്ടമായി പോയതിനെയൊക്കെ ശ്രദ്ധാപൂർവകമായ ജീവിതം കൊണ്ട് നമുക്കൊന്ന് തിരികെ പിടിക്കാമെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹത്തിന്റെ നാളായി മാറും.